അതിക്രമ പരാതിയിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം പാലക്കാട് നഗരസഭാധ്യക്ഷ BJP-യുടെ നേതാവ് പ്രമീള വേദി പങ്കിട്ടതാണ് വലിയ ചർച്ചയാകുന്നതും BJP-യിൽ തന്നെ അത് വലിയ ഭിന്നതയിലേക്ക് അതൃപ്തിയിലേക്കൊക്കെ വഴിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും MLA-ക്കൊപ്പം വേദി പങ്കിട്ടതിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയാണ് പ്രമീള ശശിധരൻ. MLA-യുടെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ല. റോഡ് ഉദ്ഘാടനത്തിന് പങ്കെടുത്തത് വികസന പ്രവർത്തനം എന്ന നിലയിലാണെന്നാണ് പ്രമീള പ്രതികരിക്കുന്നത്. ചെയർപേഴ്സണെ തള്ളി BJP ജില്ലാ നേതൃത്വം തന്നെ നേരത്തെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും. മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ വാദം മുനിസിപ്പാലിറ്റിയിലെ ഒരു റോഡ് ഉദ്ഘാടനം. ആ റോഡ് ഉദ്ഘാടനത്തിൽ വന്ന് വിളിച്ചപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് പങ്കെടുത്തേ പറ്റൂ. പരിപാടി തുടങ്ങാനായപ്പോഴാണ് അവിടെ ആര് പങ്കെടുക്കുമെന്ന് അവർക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടം വരുന്നു അറിഞ്ഞില്ല. ഈ രാഹുൽ പങ്കെടുക്കുന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല. ചെയർപേഴ്സൺ ഞാൻ മനസ്സിലാക്കിയത്തോളം എൻ്റെ പാർട്ടിക്കാരാണ്. അവർ വലിയ രാഷ്ട്രീയത്തിലെ നമ്മളെപ്പോലെ രാഷ്ട്രീയത്തിൽ തലവത്തി രാഷ്ട്രീയക്കാരല്ല. ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിലിപ്പോൾ എന്താ ഇപ്പോൾ ഉള്ളത്? ഒരു MLA ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ആളില്ലേ? ഇപ്പം ഞാനും ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി 7 പ്രാവശ്യം 8 പ്രാവശ്യം ജയിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വാർഡിലോ പണിയുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ശരിയല്ലേ? ബാക്കി കാര്യം പാർട്ടി തീരുമാനിക്കും. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നതിനിടയിലാണല്ലോ ഇപ്പോൾ പാർട്ടിയെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് പ്രമീള ശശിധരൻ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ ഇതിൽ ശിവരാജൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ MLA വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല പരിപാടിക്ക് എത്തിയതെന്നതാണ്. പക്ഷേ ഇപ്പോൾ പ്രമീള ദേവിയുടെ വിശദീകരണമായി വരുന്നത് MLA-യുടെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതാണ്. ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ ഇക്കാര്യത്തിൽ? മാത്രമല്ല BJP കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രമീളയ്ക്കെതിരെ നടപടി വേണമെന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. തീർച്ചയായും വിനീത, അതായത് പാലക്കാട് രാഹുലിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് BJP നടത്തിയിരുന്നത്. ഇതിന്റെ പേരിൽ പല നേതാക്കൾക്കെതിരെയും പോലീസിന്റെ കേസുണ്ടായിരുന്നു. പലർക്കും ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ പോലീസിന്റെ ഈ ലാത്തിചാർജ് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രതിഷേധങ്ങളിലേക്കും ഉൾപ്പെടെ കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ BJP തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ഒരു പ്രവൃത്തി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് പാലക്കാട് ഈ സ്റ്റേഡിയം ബൈപ്പാസ് അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി ലിങ്ക് റോഡിന്റെ ഉദ്ഘാടന പരിപാടിയിൽ രാഹുലുമായി നഗരസഭാ ചെയർപേഴ്സൺ വേദി പങ്കിടുന്നത്. പാർട്ടിയിൽ നിന്നും കൃത്യമായി തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു രാഹുലുമായി വേദി പങ്കിടരുത് എന്നുള്ളത്. പക്ഷേ അത് പ്രമീള ശശിധരൻ ലംഘിച്ചു എന്നുള്ളതാണ് BJP-യുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ പറയുന്നത്. കടുത്ത സ്ത്രീവിരുദ്ധതയാണ് ഈ പ്രമീള ശശിധരന്റെ ഈ നടപടിയിലൂടെ ഉണ്ടായെന്നും പ്രമീള ശശിധരനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ളതാണ് ഇന്നലെ BJP-യുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ആ യോഗത്തിലും ഉയർന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ പ്രമീള ശശിധരൻ ഈ BJP-യുടെ നേതാക്കൾ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എതിർത്ത് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുലുമായി വേദി പങ്കിടരുത് എന്ന രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള നിർദ്ദേശങ്ങളോ അത്തരത്തിലുള്ള നിലപാടുകളോ പാർട്ടിയിൽ നിന്നും തങ്ങളെ അറിയിച്ചിട്ടില്ല. താൻ ഒരു സംസ്ഥാന ഭാരവാഹിയാണ്. അത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശവും പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് പ്രമീള ശശിധരൻ പറയുന്നത്. മാത്രമല്ല വികസന പ്രവർത്തനമാണ്, നഗരസഭയുടെ റോഡാണ്, അതുകൊണ്ട് മാത്രം ഈ പരിപാടിയിൽ പങ്കെടുത്തു. എന്ത് നടപടി ഉണ്ടായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുള്ളതും പ്രമീള ശശിധരൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ പ്രമീള ശശിധരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും BJP-യുടെ മുതിർന്ന നേതാവായിട്ടുള്ള N ശിവരാജൻ ഉൾപ്പെടെ ഇന്ന് ഒരു വിഭാഗം പ്രമീള ശശിധരനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്.